അയ്യോ വന്നോണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആർക്കെങ്കിലും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. വരുന്നുണ്ടോ ആവോ? യുവർ ലൈവ് വിൽ ഫോർ യു ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ആരുടെയും അങ്ങനെ മെസ്സേജ് വരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ദിസ് മോസ്റ്റ് വാച്ച് ലൈവ് വീഡിയോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹലോ അനു. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റാണ് ഞാൻ വരണത്, സോ ഇതിൻ്റെ രീതികളൊന്നും എനിക്കറിയില്ല. ഹായ് എല്ലാവർക്കും ഹായ്. അശ്വിൻ ജയകുമാർ ഹായ്. എല്ലാവർക്കും ഹായ്. അയ്യോ പിന്നെന്താണാവോ. ഹലോ, എല്ലാവരും ഹലോ ആണല്ലോ പറയണത്. ഓക്കെ ഹായ്. അയ്യോ ഹലോ ഹായ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ ആൾക്കാർ. പപ്സ് കഴിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ എന്നും പപ്സ് കഴിക്കണ ആളല്ല. ചായ കുടിച്ചു. ഹായ്. ഓ ഹായ് നിർത്തൂ, വേറെ എന്തെങ്കിലും ചോദിക്കൂ. ഐ എം ഗുഡ്. ഒരാൾ ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. അനു പ്രഭാകർ ഹായ്. ഹായ്. ഇങ്ങനെ ഇപ്പം ഞാൻ ലൈവ് വന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് പറയാൻ തുടങ്ങി ഞാൻ ഒരു മെസ്സേജിനും എൻ്റെ പേജിൽ വരുന്നതിന് റിപ്ലൈസ് ഒന്നും കൊടുക്കുന്നില്ലാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. അനുമോൾ നൈസ് സൗണ്ട്. അയ്യേ ഇതോ എവിടെയാണ്? ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, സുഖമായിട്ടിരിക്കണു. നെക്സ്റ്റ് മൂവി ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്നുണ്ട്. അനു ഒന്നും കേൾക്കുന്നില്ലേ? എപ്പോൾ കേൾക്കുന്നുണ്ടോ? ചേച്ചി ഗ്ലാമറാണ്. ഓ താങ്ക് യു സോ മച്ച്. ഒപ്പം പെർഫോമൻസ് സൂപ്പർ, താങ്ക് യു. നെക്സ്റ്റ് റിലീസ് ഞാൻ പിന്നെ ഒപ്പത്തിനും കൊച്ചോവ പോലോനും ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ റിലീസ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. പുതിയ ഫിലിം എടുത്തിട്ടില്ല. ഷൂട്ടിനിടയിലല്ല, ഞാനിപ്പോൾ വീട്ടിലാണ്. അയ്യോ ആരോ ഒരാൾ ഐ ലവ് യു പറയുന്നുണ്ട്. ഓക്കെ, ഇനി എയർപോർട്ടിൽ നിന്ന് പപ്സ് വാങ്ങും. പപ്സ് എന്തായാലും വാങ്ങും, പക്ഷെ റേറ്റ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. കല്യാണമായോ? അയ്യോ കല്യാണം ഒന്നും ആയിട്ടില്ല. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ദിവസം എല്ലാവരും എന്തായാലും മഴവിൽ മനോരമയിലെ 113 എന്നുള്ള പ്രോഗ്രാം എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാനും റേജനും സീരിയലൊക്കെ റേജനും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതിലൊരു സത്യവും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും അത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന്, റേജൻ, പിന്നീട് പൊന്നമ്പിളി എന്ന് പറഞ്ഞ സീരിയലിലെ രാഹുൽ, ഞങ്ങൾ 3 പേരും കൂടിയാണ് വരാനിരുന്നത്. കാരണം ഞാൻ മഴവിൽ മനോരമയിലെ ഒരു കോർഡിനേറ്ററിനെ എടുത്ത് അറിയാം. എനിക്ക് ഇവരെ 2 ആക്ടേഴ്സിന് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അവരെ 2 പേരെയും ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് സിനിമയിൽ നിന്ന് അവർക്കൊരു ആരാധികയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് രാഹുൽ വരാൻ പറ്റിയില്ല. അങ്ങനെ റേജനും ഞാനും കൂടെ കയറി ഷോ. പക്ഷെ അത് ചുമ്മാ ചേച്ചി ഞങ്ങളെല്ലാം കൂടെ തമാശക്ക് പറഞ്ഞു. അങ്ങനെ കൗണ്ടർ പറഞ്ഞു പോയി. ഡാൻസ് ആയി, പെർഫോമൻസ് ആയി. അവസാനം അതിലെ ഡയലോഗും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് എന്റെ റേജന്റെ കല്യാണമായി. ശരിക്കും ഞങ്ങൾ രണ്ടും അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇപ്പൊന്നും കഴിച്ചു പോകില്ല. ഓക്കെ, ലൈവ് ഉണ്ടോ? അഭിനയിച്ച് ഇവിടെ വീട്ടിലിരുന്നോട്ടെ. ആക്ടിങ് സൂപ്പർബാണ്, താങ്ക് യു. സുന്ദരിയാണ്. അയ്യോ എനിക്ക് വയ്യ, താങ്ക് യു. പിന്നെ ഹായ് ചേച്ചി, ഹലോ. ഞാൻ ഇങ്ങനെ ലൈവ് ശരിക്കും എന്റെ ഫോൺ ലൈവ് പോകാൻ പറ്റില്ല. ഫോൺ എടുത്തിട്ട് ലൈവ് പോയിട്ടുള്ളത്. ഇനി എന്നാലും ലൈവ് വരാം. ഡയമണ്ട് വൺ ഡയലോഗ്, എന്റെ എപ്പോഴത്തെയും ഫേമസ് ഡയലോഗ് പറഞ്ഞാല് സ്ഥിരം ഹലോ അരുണേട്ട ഐ മിസ് യു. ഇത് തന്നെയാണ്. അയ്യോ കല്യാണം ഇല്ല, പിന്നെയും കല്യാണം ചോദിക്കല്ലേ. സത്യമായിട്ടും കല്യാണം ഇപ്പോഴൊന്നും ഇല്ല. ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചേ ഇല്ല. എപ്പോഴെങ്കിലും ഉണ്ടാകുമായിരിക്കും. അതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തയില്ല കേട്ടോ. പത്തനാപുരത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനാപുരത്ത് കമുകുംചേരി എന്നാണ് എൻ്റെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. ഞാൻ വീട്ടിലാണ്. നിർത്തൂ പ്ലീസ്. ആർക്കോ ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമായിട്ടില്ല. പ്രണയവും
ചേച്ചി സിനിമ ഫീൽഡിലുള്ള കല്യാണം കഴിക്കില്ലേ? അയ്യോ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ലായിരിക്കും, ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇപ്പോഴേ. മിസ് യു അരുണേട്ട. ഓക്കെ. എൻ്റെ പിള്ളേരെയും ടി വി കാണിച്ച് പറ്റിച്ചു അല്ലേ? അത് ശരിക്കും കുറെ ആൾക്കാരെ പറ്റിക്കലായിരുന്നു. സ്ലോ ആണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. നെറ്റ്വർക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് ഇവിടെ ഭയങ്കര അതേ അങ്ങോട്ടൊക്കെ നോക്കിയാൽ അറിയാം, ഭയങ്കര ഇത് മൂടി കിടക്കുകയാണ്, ഭയങ്കര മഴ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഐ ലൈക്ക് ദ സിംപ്ലിസിറ്റി. അയ്യോ, ഓക്കെ. അയ്യോ, വീടൊന്നും ഇപ്പൊ മൊത്തം ഇരുട്ടാ. അപ്പുറത്തൊക്കെ റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊക്കെ കിടക്കുകയാണ് എൻ്റെ വീടിന്റെ പോർഷൻസ്. അയ്യോ, അതെന്റെ കസിനാ.